ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിന്ന മഹാരുദ്രയജ്ഞം സമാപിച്ചു. ശൈവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ പരിപാവനമായ വസോധാരയോടെയാണ് യജ്ഞം സമാപിച്ചത്. യജ്ഞപുണ്യം നുകരാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. 11 വെള്ളിക്കലശകുടങ്ങളിൽ എണ്ണ, പഞ്ചാമൃതം, പഞ്ചഗവ്യം, നെയ്യ്, പാൽ, തൈര്, തേൻ, കരിമ്പിൻനീര്, ചെറുനാരങ്ങനീര്, ഇളനീർ, അഷ്ടഗന്ധജലം എന്നിവ ശ്രീരുദ്രമന്ത്രജപത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു രുദ്രാഭിഷേകം. 11 ദിവസങ്ങളിലായി 121 കലശകുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. ധാരമുറിയാതെ ഹോമകുണ്ഡത്തിലേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഹോമിച്ച് വസോർധാര ഭക്തിസാന്ദ്രമാക്കി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. മഹാദേവന്റെ കലശാഭിഷേകം ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. നാഗക്കാവിലെ നാഗപ്പാട്ട്, നാവോർപ്പാട്ട്, സർപ്പബലി എന്നിവയ്ക്കും ഇതോടെ സമാപനമായി. ഗുരുവായൂർ ഗോപന്മാരാരും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം, ശ്രീരാം ഓങ്ങല്ലൂരിൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി എന്നിവയോടെ സാംസ്കാരിക പരിപാടികൾക്കും തിരശ്ശീല വീണു. മഹാരുദ്രയജ്ഞത്തിൻ്റെ സമാപനം കുറിച്ചു നടന്ന പ്രസാദകൂട്ടിൽ 3000ഓളം ഭക്തർ പങ്കെടുത്തു.